നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ സേ എക്സാം എഴുതാൻ പോകുന്ന പ്ലസ് 1 പ്ലസ് 2 ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ സേ എക്സാം എഴുതാൻ പോകുന്ന ആളുകൾക്ക് എങ്ങനെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം, A+ വാങ്ങിക്കാൻ ഇരിക്കുന്ന ആൾക്കാർ A കിട്ടിയിട്ട് A+ലോട്ട് എങ്ങനെ നിങ്ങൾക്ക് മാറാൻ പറ്റും, അല്ലെങ്കിൽ പാസ് മാർക്ക് ജസ്റ്റ് ഒരു മാർക്കിനോ 2 മാർക്കിനോ പാസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയില്ല, അങ്ങനെയുള്ളവർക്ക് എങ്ങനെ പാസ് ആവാം, ഗ്രേഡ് ചേഞ്ച് നിൽക്കുന്നവർക്ക് എങ്ങനെയൊക്കെ ഗ്രേഡ് ചേഞ്ച് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം, അങ്ങനെയുള്ള 8 ട്രിക്സുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുക, എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നമുക്കപ്പോൾ ഫസ്റ്റ് ട്രിക്കിലേക്ക് പോവാം. ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് യൂസ് യുവർ ചാൻസ് വൈസ്ലി. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ചാൻസ് ഗോൾഡൻ ചാൻസ് ആണ്. ഗോൾഡൻ ചാൻസ് ആണ് ഇംപ്രൂവ്മെന്റ് എക്സാം അല്ലെങ്കിൽ സേ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാൻസ് നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം തന്നെ യൂസ് ചെയ്യുക. കുറെ ആളുകൾ പറയും, നീ എന്തിനാ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നത്, നിനക്ക് 99 മാർക്കില്ലേ, ഒരു മാർക്ക് കൂടുതൽ ഇടാനാണ് നീ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നത്. അല്ലെങ്കിൽ കുറച്ച് പേര് ചോദിക്കും, നീ പാസ് ആയല്ലോ, ഞാൻ ഇവിടെ പാസ് പോലും ആയില്ല, ഞാൻ എക്സാം എഴുതുന്നില്ല, പിന്നെ മെനക്കേട്, എനിക്കൊന്നും ഇംപ്രൂവ്മെന്റ് പഠിക്കാനെന്ന് കുറെ പേര് പറയും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാരോ അറിയാലോ ഇവരൊക്കെ എന്താ നിങ്ങൾ ചെയ്യുന്നത്, എപ്പോഴും നിങ്ങൾ ഡിസ്കറേജ് ചെയ്തുകൊണ്ടേയിരിക്കും. വീട്ടിലുള്ള ആൾക്കാരല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എപ്പോഴും ഡിസ്കറേജ് ചെയ്തുകൊണ്ടെങ്കിൽ കുറച്ച് റിലേറ്റീവ്സ് കാണും അല്ലെങ്കിൽ കുറച്ച് നാട്ടുകാർ കാണും. അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, അവൻ ഇത്രയും മാർക്ക് കിട്ടും, അവൻ ഇംപ്രൂവ്മെന്റ് ചെയ്യാമോ, അല്ലെങ്കിൽ അവൻ പാസ്സായി എന്നിട്ടും അവൻ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നു, അവൻ എപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഇങ്ങനെ പറയുന്ന കുറച്ച് നാട്ടുകാരും ബന്ധുക്കളും കുറച്ച് പേരൊക്കെ നിങ്ങൾക്ക് കാണും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ആലോചിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ ഒരു മാർക്ക് കൂടുതൽ കിട്ടിയാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴിക്ക് അത്രയും പ്രയാസം കുറയും. നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യാൻ പോയാലും അവിടെ ഫസ്റ്റ് നോക്കുന്നത് നിങ്ങളുടെ മാർക്കിന്റെ കാര്യമാണ്. നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് ഒരു മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷമാണ് നിങ്ങൾ ഓരോ കോഴ്സിലേക്ക് നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അഡ്മിഷൻ കിട്ടാതെ വരും, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഫീസ് ഇരട്ടി ഫീസ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ജോബ് ഇതുപോലെ നിങ്ങൾ സ്കിപ്പ് ആയിരിക്കും, ഒരു മാർക്കിന് പേരിലായിരിക്കും. സോ ഒരു മാർക്കിന് വേണ്ടിയാണെങ്കിൽ പോലും നിങ്ങൾ മാക്സിമം ഇംപ്രൂവ്മെന്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കാത്തവരിപ്പോൾ ഉണ്ടെന്ന് അറിയാം, റീവാലുവേഷൻ മാക്സിമം കൊടുത്തവർ നല്ല കാര്യം, റീവാലുവേഷൻ കൊടുക്കുക. കാരണം എന്ന് പറയാൻ, നിങ്ങൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ മാർക്ക് വളരെ കുറവാണ്, നിങ്ങൾക്ക് ഒരു മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ബാക്കിയുള്ളവർ സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ അവർക്കൊക്കെ ഹൈ മാർക്സ്, അന്ന് ഞാൻ ഇംപ്രൂവ്മെന്റ് ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഈ വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എനിക്ക് ഈ മാർക്ക് കുറവാണ്, എനിക്ക് ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നും. അപ്പോഴൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ. പിന്നീട് നിങ്ങൾ എത്ര ലക്ഷങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞാലും എത്ര കോടികൾ കൊടുത്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഈ മാർക്കിന്റെ ഒരു മാർക്ക് പോലും കൂട്ടാനോ ഒരു ഗ്രേഡ് പോലും വ്യത്യാസം വരുത്താനോ പറ്റില്ല. അതുകൊണ്ട് ചെറിയൊരു ഫീസ് അടച്ച് ഇപ്പോഴേ ഇംപ്രൂവ്മെന്റ് എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇനി സെക്കൻഡ് ട്രിക്ക് എന്ന് പറയുന്നത് അനലൈസ് വൈ യു ലോസ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പാസ് ആവാത്തത്, നിങ്ങൾ A+ പോയത് എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് 1 മാർക്ക് 2 മാർക്ക് പോയത് എന്തുകൊണ്ടാണ്, അത് മനസ്സിലാക്കുക. അതെങ്ങനെ മനസ്സിലാവും? ചില ആൾക്കാർ പറയാൻ തുടങ്ങി, മാക്സിമം നന്നായിട്ടാണ് എഴുതിയത്, എനിക്ക് A+ കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാണ്, എന്നിട്ടും എനിക്ക് മാർക്ക് കുറഞ്ഞു, എനിക്ക് A+ കിട്ടിയില്ല, അല്ലെങ്കിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പാസ്സായില്ല, എന്താ കാര്യം എന്നറിയത്തില്ല. എല്ലാവരുടെയും പ്രശ്നമാണിത്. ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണിത്. പക്ഷെ അതിനുള്ള ടൈം കഴിഞ്ഞു, അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം ഇപ്പോൾ കഴിഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഒന്നല്ലെങ്കിൽ നിങ്ങൾ പേപ്പർ സ്ക്രൂട്ടിനിക്കോ റിവാലുവേഷനോ പേപ്പർ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എന്തെങ്കിലും എടുക്കുക. അങ്ങനെ പേപ്പർ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയിട്ട് അവർ മാർക്ക് ഇട്ടിട്ടില്ല, എന്തുകൊണ്ടാണ് മാർക്ക് ഇടാത്തതെന്ന് നോക്കുക. നിങ്ങൾ എഴുതിയതിൽ എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, എങ്ങനെ എഴുതിയാലാണ് മാർക്ക് കിട്ടുന്നത്, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണിത്. ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷെ എനിക്ക് മാർക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് പേരുടെ പ്രശ്നം ഇത് തന്നെയാണ്, എങ്ങനെ എഴുതണമെന്ന് അവർക്ക് അറിയില്ല, അതുകൊണ്ടാണ് അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ ഷീറ്റിലെ മിസ്റ്റേക്സ് എന്താണ് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേപ്പർ, നിങ്ങൾ എഴുതിയ എക്സാം പേപ്പർ സ്ക്രൂട്ടിനിക്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തിട്ടോ നോക്കുക. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഗവൺമെന്റ് തന്നെ അലോ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ചെയ്ത് നിങ്ങൾ പേപ്പർ എടുത്ത് നോക്കുക, എന്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു, ഏത് പോർഷനിലാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത്, എന്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ ആൻസർ വെട്ടിക്കളഞ്ഞത്, ഇത് ആ പേപ്പർ നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. സോ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നതാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു, ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത് മനസ്സിലാക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രിക്ക്. ഇത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് നെക്സ്റ്റ് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി തേർഡ് ട്രിക്ക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ മിക്സിംഗ് എന്നാണ് ഈ ട്രിക്കിന്റെ പേര്. ഇത് ഒരുപാട് ടീച്ചേഴ്സ്, ഞാൻ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ മിക്സിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഇതുപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്,
ബുക്സ് പബ്ലിഷ് ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം മിക്സ് ചെയ്ത് പല വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഞാൻ ഏകദേശം ഒരു 11 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് ബുക്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം അത് പലർക്കും അറിയത്തില്ല. കാരണം നമ്മുടെ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ആ ക്വസ്റ്റ്യൻ നമ്പർ മാത്രമേ ചേഞ്ച് ആവത്തുള്ളൂ, ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ്. അല്ലെങ്കിൽ നേരത്തെ ചോദിച്ച വാട്ട് ഈസ് എന്ന് ചോദിക്കണം, ഇപ്പൊ ചോദിക്കാൻ എക്സ്പ്ലെയിൻ ദിസ് എന്ന് പറഞ്ഞായിരിക്കും അടുത്ത ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സെയിം ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ്, സെയിം മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയി വന്നുകൊണ്ടേയിരിക്കുന്നത്. സോ നിങ്ങളുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അത് മാക്സിമം നിങ്ങൾ കളക്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ തന്നെ ചിലപ്പോൾ കാണാം നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ സേ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ കാണാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം. ഇതും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കിട്ടും. ഇതൊന്നും നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ എന്റെ നമ്പർ ഞാനിവിടെ പറയുന്നുണ്ട്, 9947404965. ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വേണ്ടത് ആ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആർക്ക് വേണം ചോദിക്കാം, 24 hours എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. സോ എപ്പോൾ വേണം നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കാര്യം അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ മിക്സിംഗ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ പേപ്പർ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ആദ്യം നിങ്ങൾ സ്റ്റാർട്ടിംഗ് തൊട്ടേ പഠിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ മിക്സ് ചെയ്ത് എവിടെയൊക്കെയാണ് എന്തൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, പ്ലസ് 1 വന്നിരുന്ന ആർക്കും ഇതുവരെ അറിയത്തില്ല അല്ലെ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതുവരെ ആർക്കും മനസ്സിലായി കാണത്തില്ല. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് ബേസ് ചെയ്ത് പഠിക്കാം. ഇതാണ് തേർഡ് ട്രിക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫോർത്ത് ട്രിക്കിലേക്ക് പോകാം. ഫോർത്ത് ട്രിക്ക് എന്ന് പറയുന്നത് മാത്സിനും കെമിസ്ട്രിക്കും വേണ്ടിയുള്ള ട്രിക്കാണ്. ഇപ്പോൾ മാത്സ് ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ മാത്സിന് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നിങ്ങൾ 10th വരെ പഠിച്ച ബേസിസിലായിരിക്കും നിങ്ങൾ മാത്സ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. 10th വരെ പഠിച്ച എന്താണ്, ടെക്സ്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, എല്ലാം പുറത്തേക്ക് നമ്മൾ ചോദിക്കണം. അവിടുന്ന് ഒരു സാറ് കുറെ ക്വസ്റ്റ്യൻസ് തന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ടീച്ചർ കുറെ ക്വസ്റ്റ്യൻസ് തന്നു, ആ ഗൈഡിനകത്ത് ക്വസ്റ്റ്യൻസ് എല്ലാം അതുപോലെ വരും. ഇങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കും. നിങ്ങൾ ടെക്സ്റ്റ് തുറന്നു നോക്കാതെ കുറെ ഗൈഡും കുറെ നോട്ട്സും കുറെ പ്രിന്റ് ഔട്ട്സും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് എടുത്ത് എവിടെയൊക്കെ പോയി പഠിക്കാൻ പറ്റും അവിടെ എല്ലാം മാത്സും അല്ലെങ്കിൽ തിരിഞ്ഞ് എല്ലായിടത്തും പോയി പഠിക്കും. എന്നിട്ട് എങ്ങനെ A+ വാങ്ങിക്കാൻ നോക്കും, പക്ഷെ നടക്കത്തില്ല. മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. +1 +2 മാത്സിന് 10th ക്ലാസ് വരെ ടെക്സ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കത്തില്ലായിരുന്നു മാത്സിനകത്ത്. പക്ഷേ +1 +2 എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത് നിങ്ങളുടെ +1 +2 ടെക്സ്റ്റിനകത്ത് തന്നെയാണ്. ആ ടെക്സ്റ്റ് കറക്റ്റ് ആയിട്ട് ആദ്യം മുതൽ അവസാനം വരെ പഠിച്ചൊരു കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് ഓരോന്നും അപ്ഡേറ്റഡ് ആയിട്ട് ഓരോ ചാപ്റ്ററും പഠിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് A+ സ്കോർ ചെയ്യാൻ പറ്റും, +1 അതുപോലെ തന്നെ +2. സോ മാത്സ് നിങ്ങൾ പഠിക്കേണ്ടത് പുറത്തൊന്നും പോയില്ല പഠിക്കേണ്ടത്. മാത്സ് നിങ്ങൾ പഠിക്കേണ്ടപ്പോൾ ടെക്സ്റ്റ് ബേസ് ചെയ്താണ് പഠിക്കേണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് മാത്സിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും. ചെറിയ ചില വ്യത്യാസങ്ങൾ വരാറുള്ളൂ. ഇപ്പൊ 4 എന്നുള്ള ഒരു നമ്പറിന് വരാം 2 എന്നായിരിക്കും വരാൻ പറ്റും, അല്ലെങ്കിൽ 3 എന്നായിരിക്കും നമ്പർ. അതുപോലെ ചിലപ്പോൾ ചേഞ്ച് ചെയ്ത ടെക്സ്റ്റിലെ ഡയറക്റ്റ് ക്വസ്റ്റൻ അതുപോലെ ചോദിക്കാൻ പറ്റും. സോ ടെക്സ്റ്റ് ആദ്യം പഠിക്കുക, എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഗൈഡിനോ വേറെ ആരുടെയെങ്കിലും ഒക്കെ ഡൗട്ടിന് ചോദിച്ചു പോവുക. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് തന്നെ കവർ ചെയ്യുക. അതാണ് മാത്സിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ട്രിക്ക്. ഒരുപാട് പേർക്ക് ഇത്തവണ പോയിരിക്കുന്ന മാത്സും കെമിസ്ട്രിയാണ്. അതുപോലെ A+ കുറഞ്ഞിരിക്കുന്ന സബ്ജക്ട്സ് ആണ് ഫിസിക്സും കെമിസ്ട്രിയും. A+ ജസ്റ്റിനൊക്കെ പോയ ആൾക്കാരുണ്ട്. കെമിസ്ട്രി ഒരുപാട് പേർക്ക് A+ കിട്ടി, ഫിസിക്സ് ഒരുപാട് പേർക്ക് മാർക്ക് കുറഞ്ഞു. അതിന്റെയും കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ടെക്സ്റ്റ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ല എന്നറിയാം. കാരണം ഫിസിക്സ് ഒരുപാട് വാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, കെമിസ്ട്രിയും വാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ആ ടെക്സ്റ്റ് വായിച്ചപ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പൊ അതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് സെന്റൻസുകളാണ്. നോർമൽ സെന്റൻസ് അല്ലാതെ ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് സെന്റൻസുകൾ ഉണ്ടായിരിക്കും. ആ സെന്റൻസും അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ വൈ, വാട്ട് ഈസ് എന്നൊക്കെ പറഞ്ഞ് ടെക്സ്റ്റിനകത്ത് തന്നെ വാട്ട് ഈസ് ദിസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് കുറച്ച് സെന്റൻസ് ഉണ്ടായിരിക്കും. ആ സെന്റൻസ് മെയിൻ ആയിട്ട് വായിച്ചു ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആ സെന്റൻസ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് എന്താണ് ആ ചാപ്റ്റർ എന്നൊരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ ലോസ് അതേപോലെ കറക്റ്റ് ആയിട്ട് ചോദിക്കും. സോ ഇങ്ങനെ വേണം എന്ത് പഠിക്കാൻ, മാത്സും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിക്കാൻ. ഓക്കെ, അപ്പൊ അതിൽ ഡൗട്ട് ഉള്ളവർക്ക് എന്റെ വീഡിയോയുടെ ലിങ്ക്, മാത്സിലെയും ഫിസിക്സിലെയും കെമിസ്ട്രിയും ഒക്കെ വീഡിയോയുടെ ലിങ്ക് കൂടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ആയിട്ട് ആദ്യം മുതൽ അവസാനം വരെയുള്ള ഫിസിക്സിന്റെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ടോപ്പിക്സും ഉള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ വൈസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓരോ ചാപ്റ്റർ വൈസ് +1 +2 വേണ്ടിയുള്ള ഓരോ ചാപ്റ്റർ വൈസ് വീഡിയോസിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രിക്കിലേക്ക് പോകാം. ഇനി 5ാമത്തെ ട്രിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. 5ാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാപ്പ്. നിങ്ങൾ ഫസ്റ്റിൽ നിന്നേ സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് ഒരു പ്രശ്നമാണ്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ മെയിൻ ആയിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്.
നിങ്ങൾ നേരത്തെ എല്ലാം വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ +1 വേണ്ടി അല്ലെങ്കിൽ +2 വേണ്ടി +2 എക്സാമിന് വേണ്ടി +1 എക്സാമിന് വേണ്ടി ഓൾറെഡി എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ജസ്റ്റ് എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതാണ്, ഏത് ടോപ്പിക്സ് ആണ് കവർ ചെയ്യാത്തത് ആ ടോപ്പിക്സ് മാത്രം പിന്നീട് എടുത്ത് വെച്ച് പഠിക്കും. ബാക്കിയുള്ള ടോപ്പിക്സ് ജസ്റ്റ് റിവിഷനേ ചെയ്തു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം മുതലേ നോക്കുക. കാരണം ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യം മുതൽ ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും ഉണ്ട്, അതിനുള്ള ടൈമും ഉണ്ട്. ആദ്യം മുതലുള്ള ടോപ്പിക്സ് നിങ്ങൾ നോക്കുക. എപ്പോഴും നിങ്ങൾക്ക് റിവൈസ് ചെയ്യുമ്പോൾ പഴയതുപോലെ എല്ലാം റിവൈസ് ചെയ്ത് പോകാൻ ടൈം കിട്ടിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ എല്ലാം റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് വരത്തില്ല. സോ ആദ്യം മുതലേ എല്ലാം ഓരോ ചാപ്റ്റർ വൈസ് എല്ലാം പഠിച്ച് നോക്കുക. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രം നോക്കാതെ എല്ലാം കവർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത് നിങ്ങളുടെ എല്ലാവരും പ്രശ്നമാണ്. ആരും അങ്ങനെ കവർ ചെയ്യാം, ജസ്റ്റ് റിവൈസ് ചെയ്ത് മാത്രം നോക്കും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് പോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം, ഫൈനൽ ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കും. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അതേ പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. ചിലപ്പോൾ അതേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. 30% ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ട് കഴിഞ്ഞ വർഷം ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഉണ്ടോ ആ ക്വസ്റ്റ്യൻസ് ഈ വർഷം ചോദിക്കും. അതും മനസ്സിലാക്കണം. സോ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് തന്നെ നമുക്ക് മനസ്സിലാവും. ടെക്സ്റ്റ് വായിച്ച് നന്നായിട്ട് പഠിച്ചാലേ, ടെക്സ്റ്റ് വായിച്ചില്ലെങ്കിൽ പ്രിന്റഡ് നോട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ക്ലാസ്സസോ ഉണ്ടെങ്കിൽ ആദ്യം മുതൽ ആ ക്ലാസ്സസ് പ്രോപ്പറായിട്ട് കണ്ടുപഠിക്കുക. അങ്ങനെ കണ്ടുപഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. മിക്കവാറും ആൾക്കാർ ജസ്റ്റ് റിവൈസ് മാത്രം ചെയ്തിട്ട് പോകും. നിങ്ങൾക്ക് ഇത് ഗവൺമെന്റ് തന്നെ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചു തന്നെ ചെയ്താൽ രണ്ടാമത്തെ ചാൻസ് ആണ് ഇത്. ഈ ചാൻസ് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ +2 നിങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ട് പഠിക്കേണ്ടി വരും. സോ ഈ ചാൻസ് നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഓക്കെ എന്ന് മനസ്സിലാവും. നമുക്ക് നെക്സ്റ്റ് ട്രിക്കിലേക്ക് പോകാം. ഇനി നമ്മുടെ 6th ട്രിക്കാണ്. 6th ട്രിക്ക് എന്താണെന്ന് നോക്കാം. 6th ട്രിക്ക് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ജസ്റ്റ് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ A+ പോയവർക്കും അതുപോലെ ജസ്റ്റ് പാസ്സാവാൻ 1 മാർക്കിനൊക്കെ പാസ് മാർക്ക് പോയവർക്കുള്ളതാണ്. 1 or 2 മാർക്കിനൊക്കെ പാസ് മാർക്ക് പോയവർക്കും A+ പോയവർക്കുമാണ്. നിങ്ങളാണ് ഈ ട്രിക്ക് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ആൾക്കാർ. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുമായിരിക്കും എനിക്ക് ഇതൊക്കെ അറിയാം, ഇതൊക്കെ എഴുതിയാൽ മതി, എനിക്ക് അറിയാവുന്ന മാത്രം മതി, അതൊക്കെ എഴുതിയാൽ മതി, എനിക്ക് ഈ ക്വസ്റ്റ്യൻ അറിയത്തില്ല, സോ ഇത് അറ്റൻഡ് ചെയ്യണ്ട, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറേ പേരുണ്ടായിരിക്കും. അങ്ങനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യം എഴുതി നോക്കുക, മാക്സിമം നോക്കുക. കാരണം നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്താൽ മാത്രമേ A+ എന്നൊരു സെക്ഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പാസ്സാവുന്നവർക്കും നിങ്ങളുടെ കഴിവനുസരിച്ച് പാസ്സാവാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ജസ്റ്റ് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ പാസ്സാവുന്നത്. സോ എനിക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതിയില്ലെന്ന് കുഴപ്പമില്ല, ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ കൂട്ടി നോക്കുമ്പോൾ എനിക്ക് പാസ്സാവാനുള്ള മാർക്ക് കിട്ടും എന്ന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കരുത്. നിങ്ങളുടെ കാൽക്കുലേഷൻ ആയിരിക്കത്തില്ല നോക്കുന്ന ടീച്ചേഴ്സിന്റെ കാൽക്കുലേഷൻ. അത് തമ്മിൽ നല്ല ഡിഫറൻസ് ആണ്. നിങ്ങൾ മാർക്ക് കൂട്ടി വെക്കും, എനിക്കൊരു 75 മാർക്ക് കിട്ടും, ഇത് ശരിയാണ്, അത് ശരിയാണ്, ഇത് ശരിയാണെന്നൊക്കെ പറഞ്ഞ് മാർക്ക് കൂട്ടി വെക്കും. പക്ഷെ അവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല. സോ അവരുടെ കാൽക്കുലേഷൻ നിങ്ങളുടെ കാൽക്കുലേഷനും നല്ല ഡിഫറൻസ് ഉണ്ട്. എപ്പോഴും ചാൻസ് കുറവാണ്, മാർക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഇനി എഴുതാൻ വയ്യ എന്ന് പറഞ്ഞ് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് അപ്ഗ്രേഡ് ആവത്തുള്ളൂ, ഗ്രേഡ് നിങ്ങൾക്ക് കൂടത്തുള്ളൂ. സോ അതിനുവേണ്ടി മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് 7th ട്രിക്കിലേക്ക് നമുക്ക്. 7th ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ 10th എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് പറഞ്ഞു തന്ന ട്രിക്കാണ് ഈ 7th ട്രിക്ക്. റൈറ്റ് നീറ്റ്ലി, നീറ്റായിട്ട് എഴുതുക, സിമ്പിൾ ആയിട്ട് എഴുതുക. ഇപ്പോൾ 10th ഉള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, ചില ആളുകൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് കൂടുതൽ മാർക്കായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മീഡിയം ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആൾക്കാർക്ക്, കെയർലെസ് ആയിട്ടുള്ള ആളുകൾക്ക്, ടെൻഷൻ കൂടുതലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് അർഹതപ്പെട്ടതിൽ നിന്നും കുറവ് മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്താ കാരണം? കാരണം നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ്, നിങ്ങളുടെ കെയർലെസ്നെസ്, ഇത് രണ്ടും കൊണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് കുറയുന്നത്. നോക്കുന്ന ടീച്ചേഴ്സ് മാക്സിമം പെട്ടെന്ന് ഓരോ ആൻസർ ഷീറ്റ്സും നോക്കി തീർക്കാനും നോക്കുള്ളൂ. അവരുടെ ഒരു ആൻസർ കീ ഉണ്ട്, അത് ബേസ് ചെയ്ത് പെട്ടെന്ന് നോക്കി തീർക്കാനും നോക്കുള്ളൂ. സോ അവർ പെട്ടെന്ന് പേപ്പർ കണ്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു ക്വസ്റ്റ്യൻ നോക്കണമെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗും നീറ്റും ക്ലീനും എല്ലാം മസ്റ്റ് ആണ്. നല്ല ഹാൻഡ് റൈറ്റിംഗ്, നല്ല നീറ്റായിട്ടാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്, സിമ്പിൾ ആയിട്ട്. ഒരിക്കലും അവരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് വായിച്ചു ഒന്നും മനസ്സിലാകുന്നത് എന്ത് ഹാൻഡ് റൈറ്റിംഗ് ആണ്, ജസ്റ്റ് മരുന്നിന്റെ ഒക്കെ പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്ന പോലെ ഒന്നും മനസ്സിലാവത്തില്ല. ചില ആൾക്കാർ വിചാരിക്കും എനിക്ക് ഇതിന്റെ ഈ വാക്കിന്റെ സ്പെല്ലിംഗ് അറിയത്തില്ല, സോ ഞാൻ ഇങ്ങനെ ചുമ്മാ കൂട്ടക്ഷരത്തിൽ എഴുതുവാണെങ്കിൽ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ മാർക്ക് കുറയും. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതുക. അല്ലെങ്കിൽ നിങ്ങളെ തമ്മിലുള്ള ഇംപ്രഷൻ ആദ്യമേ അങ്ങ് പോകും. നിങ്ങൾ പേപ്പർ കാണുമ്പോൾ തന്നെ ഇത് വലിയ പഠിക്കുന്ന കുട്ടിയൊന്നും അല്ല. ചിലപ്പോൾ അവർ എഴുതിയ എല്ലാ ആൻസറും കറക്റ്റ് ആയിരിക്കും, പക്ഷേ ടീച്ചറിന് ആ പേപ്പർ കാണുമ്പോൾ എന്ത് തോന്നും,
ഇത് എന്ത് പേപ്പറാണ്, LKG പഠിക്കുന്ന ഇതിനെക്കാളും നന്നായിട്ട് എഴുതുമല്ലോ എന്ന് ടീച്ചറിന് തോന്നും. അങ്ങനെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കുറയും. ടീച്ചർ ഇംപ്രഷൻ ആദ്യമേ പോയി. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ടീച്ചർ 2 മാർക്കോ അല്ലെങ്കിൽ 1.5 മാർക്കോ ഇട്ടുള്ളൂ. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് നോക്കത്തൊന്നുമില്ല. ചിലപ്പോൾ നോക്കുമ്പോൾ ഇവ വലുതായിട്ടൊന്നും എഴുതി കാണത്തില്ല എന്നൊരു മുൻധാരണ ടീച്ചറിന് ആദ്യമേ വരും. അങ്ങനെ അത് വെട്ടിക്കളയും. അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. സോ എഴുതുന്ന കാര്യം നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും എഴുതുക. അവസാനം വരെ നോക്കുക അത് കറക്റ്റ് ആണോ. കേരള സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക് അവസാനം തെറ്റിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കും 90-99 മാർക്കൊക്കെ വാങ്ങിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ. പക്ഷെ ചിലപ്പോൾ ലാസ്റ്റ് കൂട്ടി വെക്കുമ്പോഴേക്കും മിസ്റ്റേക്ക് വരും. സോ എപ്പോഴും സിമ്പിൾ ആയിട്ട് എഴുതുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ 10 എഴുതുക വാരി വലിച്ചൊന്നും എഴുതുക, സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഷോർട്ട് ആയിട്ട് കാര്യങ്ങൾ എഴുതുക. അവർക്ക് മനസ്സിലാവണം എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ എഴുതുക. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതുക. ഫുള്ളായിട്ട് തറവായിട്ട് ചെക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എപ്പോഴും മാർക്ക് കുറയുന്നത്. ഇതാണ് 7th ട്രിക്ക്. ലാസ്റ്റ് ട്രിക്കിലേക്ക് നമുക്ക് പോകാം. ലാസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരുപാട് വീഡിയോസ് ഈ ചാനൽ വഴി നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് ഏത് സബ്ജക്റ്റിന്റെയും, ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, മാത്സ് ആവട്ടെ, ബയോളജി ആവട്ടെ, എല്ലാ സബ്ജക്ട്സിന്റെയും ഇമ്പോർട്ടന്റ് വീഡിയോസ് ഈ ചാനൽ വഴി ഇട്ട് തരുന്നുണ്ട്. സോ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യുക, ഇപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്ട്സ് വേണം, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് ടഫ്, അതെന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. അത് കൂടാതെ എന്റെ നമ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 9947404965. ഈ നമ്പറിലേക്ക് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ എന്താണോ ഡൗട്ട് അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. ബൈ.